കർത്താവേ, എൻ്റെ കൂട്ടുകാരൻ ജോർജിനെ നീ സഹായിക്കണമേ. അവൻ കാരണമാണ് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഈശോ മറിയ ഔസേപ്പേ, എൻ്റെ മോനെ കാത്തോണേ. എൻ്റെ ഈശോയെ, നീ എനിക്ക് തന്ന ജോർജിനെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ഭർത്താവിനെ സഹായിക്കണേ. ജോർജ് ഇന്നൊരു പ്രശ്നത്തിലാണ്. അയാളുടെ തിരിച്ചുവരവിനായി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സ്വർഗം ആ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹലോ പീറ്റർ, എന്തെങ്കിലും വിഷയമുണ്ടോ? താഴേക്ക് ആരെങ്കിലും ഒരാളെ ഉടനെ വിടണമെന്ന് തോന്നുന്നത്. കുറേ പേര് ജോർജ് എന്ന് പറയുന്ന ഒരാൾക്ക് കൊണ്ട് രാത്രി മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഓ, ജോർജ്. ശരിയാണ്, പെട്ടെന്ന് ഒരാളെ താഴേക്ക് വിടണം. ഹെക്ടറിനെ വിടാം നമുക്ക്. ഒരു മാലാകയായിട്ടും ചിറകിതുവരെ കൊടുക്കാത്തതുകൊണ്ട് ഹെക്ടർ പോകാൻ തയ്യാറാവോ? എന്നെ വിളിച്ചായിരുന്നോ? ഇതേ വന്നല്ലോ. ഹെക്ടർ, നിന്റെ ഏഞ്ചൽ ഡ്രസ്സ് എവിടെ? സ്വർഗത്തിൽ എപ്പോഴും ഏഞ്ചൽ ഡ്രസ്സ് ഇടണമെന്ന് നിനക്കറിയില്ലേ? നീ പെട്ടെന്ന് ഭൂമിയിലേക്ക് പോകണം, എമർജൻസി ഉണ്ട്. ആർക്കെങ്കിലും ആക്സിഡന്റ് പറ്റിയോ? അതൊന്നുമല്ല, എർത്ത് ടൈം കൃത്യം 10:45 ഭൂമിയിലുള്ള ഒരുത്തൻ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം ഉപേക്ഷിക്കാൻ പോകുന്നു. ഓ ജീസസ്, അയാൾ തന്റെ ജീവൻ അവസാനിപ്പിക്കാൻ പോയാണോ? ഓ, ഇനി വെറും അരമണിക്കൂർ. എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ കൂടെ സമയമില്ലല്ലോ. ദൈവമേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാര്യം, ജീസസ്, ഞാൻ ഈ മിഷൻ വിജയകരമായി പൂർത്തിയാക്കിയാൽ എനിക്ക് എൻ്റെ ചിറക് തരാമോ? 200 വർഷമായില്ലേ ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. പലരും എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സങ്കടപ്പെടേണ്ട ഹെക്ടർ, ജോർജിനെ ജയിപ്പിച്ചാൽ ഞാൻ നിനക്ക് ചിറക് തരും. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് ആ സ്ക്രീനിലേക്ക് നോക്ക്. പോകുന്നതിന് മുമ്പ് അവൻ്റെ ഡീറ്റെയിൽസ് നിനക്കറിയണ്ടേ? ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ജോർജ്, ഇത് അവൻ്റെ അമ്മ, ഇത് അവൻ്റെ അനിയൻ തോമസ്. ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ആണിപ്പോൾ. സത്യത്തിൽ ഇവൻ 3 വയസ്സിലെ മരിച്ചു പോവേണ്ടതായിരുന്നു ഒരു ആക്സിഡൻറ്റിൽ. ജോർജിനെ കൊണ്ടായിരുന്നു ഞാൻ അവനെ അന്ന് രക്ഷിച്ചത്. തോമസിനെ രക്ഷിക്കുന്നതിനിടയ്ക്ക് ജോർജിൻ്റെ ഇടത് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു. 7 വയസ്സ് തൊട്ട് ജോർജിന് ഒരു ചെവിയെ കേൾക്കൂ. അതുകൊണ്ട് നീ വല്ലതും അവനോട് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ വലത് ചെവിയിൽ പറയണം. ഇത് അവൻ്റെ ഭാര്യ റോസ്. ഇവൾ അവനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. റോസ് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇന്ന് ജീവിക്കുന്നതിന് കാരണം ജോർജാണ്. ചെറുപ്പം മുതലേ ജോർജിന് ഇവളെ അറിയാം. റൂട്ട് അല്പം തെറ്റി നടന്ന ഇവളെ ജോർജാണ് കറക്റ്റ് ചെയ്തത്. ഇതെന്താ ഒരു ബാങ്ക്? ഓ, ജോർജിന്റെ അക്കൗണ്ടുള്ള ബാങ്ക് ആയിരിക്കും അല്ലേ? അല്ല, 30 വയസ്സുള്ള അവൻ ഇന്ന് ഈ ബാങ്കിൻ്റെ ഫൗണ്ടറാണ്. ഏകദേശം 5000-ഓളം പേർ അവൻ്റെ ഈ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ബാങ്ക് പൊളിഞ്ഞതിനാണ് അവൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നത്. ഓ, ഇത്രയും ബുദ്ധിയുള്ള അവൻ ഒരു മണ്ടനും കൂടിയാണല്ലേ. ഇത് അവൻ്റെ കൂട്ടുകാരൻ ഫ്രെഡി. ഡൈവോഴ്സ് പെറ്റീഷനും പിൻവലിച്ച് ഭാര്യയോടൊപ്പം സമാധാനമായി കഴിയുന്നു. അതിന് കാരണം ജോർജ് ആണെന്നായിരിക്കും പറഞ്ഞു വരുന്നത്. ഇവനൊരു നന്മമരമായിരുന്നല്ലേ. നീ സമയം കളയാതെ പെട്ടെന്ന് ഭൂമിയിലേക്ക് ചെല്ലി. അവൻ സമനില തെറ്റി നിൽക്കുക. അവനിപ്പോൾ അവൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ട്. ഇച്ചായം വല്ലതും കഴിച്ചോ? ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാ കാത്തിരിക്കുന്നത്? പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ലേ? ശല്യം. കാത്തിരിക്കുകയാണ് പോലും. എനിക്ക് വിശക്കുന്നു. ജോർജിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ഇന്ന്? അതെ, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ട ദിവസം. നാശം. ജോർജിന് ഇത് എന്താ പറ്റിയേ? എന്നോടെങ്കിലും ഒന്ന് പറ. നിനക്കിതിലൊന്നും ചെയ്യാനാവില്ല. എന്നെ കൊണ്ടുള്ള ശല്യം ഇതോടെ തീരും. ജോർജ് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവമേ, നിനക്കെന്നെ സഹായിക്കാൻ സാധിക്കില്ല. എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത്? രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. തനിക്കൊന്നും വേറെ പണിയില്ലടോ. ചാവാൻ വേറെ വഴിയില്ലാത്തോണ്ടാണോ വെള്ളത്തിൽ ചാടിയത്? ഞാൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ താനിപ്പോ തീർന്നേനെ. അത് ശരി, ഞാനല്ലേ നിങ്ങളെ രക്ഷിച്ചത്? അല്ലെങ്കിൽ ജോർജ് ഇപ്പൊ തീർന്നേനെ. നിന്റെ ചെറിയ ബാങ്ക് പൊളിഞ്ഞതിനാണോ മരിക്കാൻ നോക്കുന്നത്? നീ ആരാണ്? എൻ്റെ പേരെങ്ങനെ അറിയാം? എൻ്റെ കാര്യങ്ങൾ നിനക്കെങ്ങനെ അറിയാം? ഞാൻ AS2. എൻ്റെ വലത് ചെവി കേൾക്കില്ല. ഇടത്തോട്ട് നീങ്ങി എന്ന് പറ. AS2. AS2? അതല്ലേ പറഞ്ഞത്, AS2.
ഏഞ്ചൽ സെക്കൻഡ് ക്ലാസ്. ഞാനൊരു ഭ്രാന്തനെയാണല്ലോ രക്ഷിച്ചത്. ചിറകില്ലെങ്കിലും ഞാനൊരു മാലാഖയാണ്. നീ എന്നെ സഹായിച്ചാൽ എനിക്ക് ചിറക് ലഭിക്കും. മണ്ടത്തരം ഒന്ന് നിർത്താവോ? അല്ല ജോർജേ, ഞാൻ നിന്റെ ഗാർഡിയൻ ഏഞ്ചലാണ്. ദൈവം നിന്റെ പ്രാർത്ഥന ഒന്ന് കേട്ടു. നിർത്തടോ. ഞാൻ തനിക്ക് എന്താ തരണ്ടേ? എല്ലാത്തിനും കാരണം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതാ. ഈ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായേനെ. നീ എന്താ പറഞ്ഞേ? പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായേനേന്ന്. നീ അങ്ങനെ പറയാൻ പാടില്ല. നിനക്കറിയാവോ നീ എന്താ പറഞ്ഞതെന്ന്? ഒരു മിനിറ്റേ, ഒന്ന് വെയിറ്റ് ചെയ്യ്. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഓ കൊള്ളാം, പൊളി സാധനം. ഓക്കെ ജോർജ്, നിന്റെ ആഗ്രഹം പോലെ തന്നെ നീ ഇപ്പോൾ മുതൽ ഭൂമി ജനിച്ചിട്ടില്ല. ഇവിടെ എന്താണ് നടന്നത്? ഒന്നുമല്ല, നിന്റെ ആഗ്രഹം നടന്നു, അത്ര തന്നെ. എന്റെ ചെവി കേൾക്കാം. ഇത് കേൾക്കാത്തായിരുന്നല്ലോ. കുടിച്ച കെട്ട് മുഴുവൻ ഇറങ്ങിപ്പോയ പോലെ ആയല്ലോ എനിക്ക്. അത് മാത്രമല്ല, നിന്റെ മുഖത്തുണ്ടായിരുന്ന മുറിവ് ഉണങ്ങി. ശരിയാണല്ലോ. ഈ കോട്ട് ഇത് നനഞ്ഞതായിരുന്നല്ലോ. ഞാൻ വീട്ടിൽ പോവാ. ജോർജ് എത്ര തിരിഞ്ഞിട്ടും തൻ്റെ വീട് കണ്ടെത്താൻ അവന് സാധിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ വീടെവിടെ? നിനക്ക് വീടില്ല ജോർജ്. നിന്നെ ഇവിടെ ആർക്കും അറിയില്ല. നീ ജനിച്ചിട്ടില്ല. ഒന്ന് നിർത്താമോ നിന്റെ ഭ്രാന്ത്? ഇല്ല ജോർജ്, നിനക്ക് വീടില്ല, ഭാര്യയില്ല, ബന്ധുക്കളില്ല. യു ഹാവ് നോ ഐഡൻറ്റിറ്റി. നോക്ക്, ആ തെരുവിൽ നിൽക്കുന്നതല്ലേ നിന്റെ ഭാര്യ. റോസ്, റോസ്, നീ എന്താ ഇവരുടെ കൂടെ ഇവിടെ? അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാനോ? ഞാൻ നിന്റെ ഭർത്താവ്. നിനക്കിതെന്ത് പറ്റി? വാ, നമുക്ക് പോവാം. വാ ജോർജ്, ജോർജ്, നമുക്ക് പോകാം, വാ. അവൾ നിന്റെ ഭാര്യയല്ല, അവൾ ഇന്നൊരു വേശ്യയാണ്. അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കാൻ കാരണം നീയായിരുന്നു. നീ ഇല്ലാതിരുന്നത് കൊണ്ട് അവൾ ഇങ്ങനെയായി. ഇപ്പോഴെങ്കിലും നിനക്കൊരു കാര്യം മനസ്സിലായോ? നീ ഇല്ലാതിരുന്നത് കൊണ്ട് എന്തൊക്കെ നന്മകളാണ് ഈ ഭൂമിയിൽ നടക്കാതെ പോയത്. നീയാണ് എല്ലാത്തിനും കാരണം. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോവാ. ആരാ? അമ്മേ, ഞാൻ ജോർജാണ്. അമ്മയോ? എന്നെ ഉപദ്രവിക്കരുത്. എനിക്കൊരു മോനേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് പോണം. അമ്മ, ഇത് ഞാനാണ്. എൻ്റെ ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നെ സഹായിക്കണം. ദയവായി ഇവിടെ നിന്ന് പോകൂ. എൻ്റെ മകൻ മരിച്ച ദിവസമാണിന്ന്. എല്ലാ വർഷവും ഈ ദിവസം ഞാൻ തളർന്നിരിക്കുകയായിരിക്കും. ഉപദ്രവിക്കരുത്. അമ്മ, തോമസിന് എന്ത് പറ്റി? അവനെ ഇന്ന് രാവിലെയും കൂടി ഞാൻ കണ്ടതല്ലേ? ഇന്ന് രാവിലെയോ? എൻ്റെ മകൻ, അവൻ 5 വയസ്സുള്ളപ്പോൾ ആക്സിഡന്റിൽ മരിച്ചതാണ്. അമ്മ, അവൻ മരിച്ചിട്ടില്ല. ഞാൻ അന്ന് അവനെ രക്ഷിച്ചതാണ്. ജോർജ്, നമുക്ക് പോകാം. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചതാ. നീയാണെല്ലാം നശിപ്പിച്ചത്. നിന്റെ ജീവിതമോ? നിനക്ക് വേണ്ടാത്ത കൊണ്ടല്ലേ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? നോക്കൂ ജോർജ്, നീ ജനിക്കാതിരുന്നത് കൊണ്ട് നീ മൂലം സംഭവിക്കേണ്ട എത്ര നന്മകളാണ് ഈ ഭൂമി നടക്കാതിരുന്നത്. തോമസ് 5 വയസ്സിൽ നടന്ന ആക്സിഡൻറ്റിൽ അവനെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. റോസിൻ്റെ ജീവിതത്തിൽ നീ ഇല്ലാത്തതുകൊണ്ട് അവൾ ഒരു വേശ്യയായി. സഹായിക്കാൻ നീ ഇല്ലാതിരുന്നതുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ ഫ്രെഡി ഡിവോഴ്സായി. നിന്റെ ചുറ്റിലുള്ളവർക്ക് നിന്നിലൂടെ എത്ര നന്മകളാണ് ലഭിച്ചിരുന്നത്. അവരിലൂടെയൊക്കെ നിനക്കും എത്ര നന്മകളാണ് ദൈവം നൽകിയിരുന്നത്. ഒന്നും നീ ഓർത്തില്ല. ജോർജ്, മനോഹരമായൊരു ജീവിതമായിരുന്നു നിനക്കുണ്ടായിരുന്നത്. ദൈവമേ, എൻ്റെ ജീവിതം എനിക്ക് തിരികെ താ. എന്നെ ജീവിക്കാൻ ഒന്നും കൂടി അനുവദിക്കൂ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
എനിക്ക് എൻ്റെ ഭാര്യയെ, തോമസിനെ, അമ്മയെ എല്ലാവരെയും വേണം. എൻ്റെ പ്രാർത്ഥന കേൾക്കണം. ജോർജ്, എന്താ ഇവിടെ കിടക്കുന്നേ? വാ, എണീക്ക, നമുക്ക് വീട്ടിൽ പോവാം. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? റോസ്, നിനക്കെന്നെ മനസ്സിലായോ? ഫ്രെഡി, നിനക്കെന്നെ മനസ്സിലായോ? റോസ്, ജോർജിന് ഇത് എന്താ പറ്റിയേ? താങ്ക് ഗോഡ്. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. വാട്ട് എ വണ്ടർഫുൾ ലൈഫ് ഐ ഹാവ്. വാട്ട് എ വണ്ടർഫുൾ ലൈഫ് ഐ ഹാവ്. സത്യത്തിൽ ജോർജിന് എന്തായിരുന്നു പറ്റിയേ? എൻ്റെ റോസെ, കഴിഞ്ഞ 1 മണിക്കൂർ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. റോസ്, നിനക്കറിയോ, നമ്മുടെ ബാങ്ക് ഇന്നലെ പൊളിഞ്ഞു. ചിലപ്പോൾ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ 1 മണിക്കൂറിൽ എൻ്റെ ജീവിതം എത്ര വിലപ്പെട്ടതാണെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. എനിക്കിനിയും ജീവിക്കണം. സോറി റോസ്, നിന്നെ വിഷമിപ്പിച്ചതിന്. വാടാ ഫ്രെഡി, നാളെ എന്തായാലും എൻ്റെ ബാങ്ക് ജപ്തി ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ? കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് ദൈവം എൻ്റെ ഉള്ളിൽ നിറച്ചു തന്നത് ഈ ആയുഷ്കാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഇന്ധനമാണ്. അതെനിക്ക് എല്ലാവരോടും പറയണം. ഇനി ആരും എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കാൻ പാടില്ല. ഈ ഭൂമിയിലുള്ള ഓരോ ജീവനും ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് സന്തോഷത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കാനുള്ളതാണ്. എനിക്കെല്ലാവരോടും പറയണം. ഫ്രെഡി, വണ്ടി എടുക്കടാ. It's a wonderful life.